ഗുയ്സ് അങ്ങനെ ആട് 3 കണ്ടു. കിടിലം പടം കേട്ടോ, നല്ല പടം, നന്നായിട്ട് എൻജോയ് ചെയ്തു, കുറേ നേരം ചിരിക്കാൻ പറ്റി. അയ്യോ കിടിലം, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ഒരുപാട് ചിരിക്കാനുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും പറയുകയാണ്, നിങ്ങൾ ഈ മറ്റേ ലോജിക്ക് സാധനമൊക്കെ നോക്കിയിട്ടാണെങ്കിൽ പടം ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. ഇത് ഒരു 2-2.5 മണിക്കൂർ നമുക്കൊന്ന് ഫണ്ണായിട്ട് മൊത്തത്തിലൊന്ന് എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ പറ്റിയൊരു ടൈപ്പ് പടമാണ്. അല്ലാതെ മറ്റേ ലോജിക്കോ അതും ഇതൊക്കെ നോക്കി വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. സ്റ്റോറി വൈസ് ഇതൊരു നല്ല രീതിയിലൊക്കെ കൊണ്ടുവന്നു. പക്ഷേ ചില സ്ഥലത്തൊക്കെ എനിക്ക് കുറച്ച് ലാഗ് തോന്നി. ഇല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ലെങ്ത് ഉള്ള പോലെയും തോന്നി. പക്ഷെ എന്നാലും എന്താ പറയുക, ഇതിൻ്റെ ഈ കോമഡീസ് വെച്ചിട്ട് തന്നെ നമുക്കങ്ങനെ എനിക്ക് തീരെ ഉണ്ടാകുന്നു തോന്നി അതേസമയം. കാരണം നമ്മുടെ ആട് 1ഉം 2ഉം ഒക്കെ കണ്ട അതേ ഒരു ഫീൽ നമുക്ക് ഇതിൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എനിക്ക് ആട് 3യിൽ കിട്ടി. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആട്ടോ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു പടമാണിത്. എല്ലാ ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള സ്ക്രീൻ സ്പേസ് കൊടുത്ത് പഴയ സിനിമകളിൽ വേറെ പല സിനിമകളുടെയൊക്കെ കുറേ റെഫറൻസും കാര്യമൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമാണ് കേട്ടിരിക്കാൻ. എനിക്കിതിലാകെ അനാവശ്യമായിട്ട് എനിക്ക് തോന്നി, അനാവശ്യമൊന്നുമല്ല, ഒട്ടും അതിലൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തതായിട്ട് തോന്നിയ ആ ഡാൻസാണ്. അപ്പം അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ബട്ട് ഒരു മൂവിയിലൊരു ഡാൻസും കൂടെ കയറ്റുന്നത് ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് അത് നമുക്ക് വിടാം. ഓക്കെ, ബാക്കി എല്ലാം അത് മാറ്റി നിർത്തി ബാക്കി എല്ലാം നോക്കിയപ്പോൾ എനിക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി ഈ ഒരു മൂവി. മെയിനായിട്ട് ഈ മൂവി ഒരു പറഞ്ഞ പോലെ ഒരു ടൈം ട്രാവലിംഗ് സംഭവമാണ്. ടൈം ട്രാവലായിട്ട് അവർ ചെയ്യുന്നത് മൂവിയുടെ എൻഡ് എത്തുമ്പോഴാണ് മെയിൻലി അവർ ടൈം ട്രാവലിംഗ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ആദ്യമൊക്കെ നമ്മൾ ആ ഒരു പാസ്റ്റും അതുപോലെ തന്നെ ഇപ്പോൾ പ്രസൻറ്റും ഇങ്ങനെ മാറി മാറി കാണിക്കുന്ന ഒരു ഇതിലാണ് മൂവി പോകുന്നത്. സോ പഴയ പാസ്റ്റ് കാണിക്കുമ്പോൾ കുറച്ച് എവിടെയൊക്കെയോ ചില സീനൊക്കെ കുറച്ച് ലാഗായിട്ട് തോന്നും. പിന്നെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത് പാസ്റ്റിൽ ആ ഒരു എന്താ കാലഘട്ടം കാണിക്കുന്നതൊക്കെ ഓക്കെയാണ്. പക്ഷെ അവരുടെ ആ ഒരു സംസാര രീതി നമ്മളിപ്പോൾ സാധാരണ ഈ ടൈമിൽ സംസാരിക്കുന്ന പോലെ ഭയങ്കര സിമിലർ ആയിട്ട് തോന്നി. ആ ഒരു പഴയ സംസാരം നമുക്കറിയാലോ, കുറച്ചുകൂടെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് മലയാളമാണ്. പക്ഷെ അത് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അവർ പ്രസൻറ്റിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ ഒരു ടൈപ്പ് രീതിയാണ് പഴയ കാലഘട്ടത്തിൽ സംസാരിക്കുന്നത്. സോ അത് നമുക്ക് അങ്ങ് പെട്ടെന്ന് എനിക്ക് അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും അവരുടെ ആ ഒരു വേൾഡ് ബിൽഡിംഗ് ആണെങ്കിലും ആ കാലഘട്ടം കാണിക്കുന്നതാണെങ്കിലും ബാക്കിയെല്ലാം നല്ല ഓക്കെയായിരുന്നു. അതുപോലെ തന്നെ ഇതിൽ മെയിൻ എല്ലാവരുടെയും ഓരോരുത്തരുടെ ആ BGMs ഒക്കെ ഇടുമ്പോഴും ഭയങ്കര ഒരു രോമാഞ്ചം. പ്രത്യേകിച്ച് നമ്മുടെ ആ ഷാജി പാപ്പൻ്റെ BGM ഇടുമ്പോൾ നല്ലൊരു എനർജി നമുക്ക് കിട്ടും. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ മൂവിയിലെ ലാസ്റ്റ് സീനാണ്. ലാസ്റ്റ് ഒരു ഗംഭീര സീനുണ്ട്. അത് നമ്മുടെ ഇതിൻ്റെ പാർട്ട് 2ലേക്കുള്ളൊരു ക്ലിഫ് ഹാങ്ങറാണ് ഇട്ടിട്ട് പോയത്. സോ അതൊരു ഗംഭീര സീൻ. എനിക്ക് ഈ മൂവിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ആ ഒരു സീനാണ്. എന്തുകൊണ്ടും നെക്സ്റ്റ് പാർട്ടോടുകൂടി ഇത് നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം ഉള്ളൂ കഥ. പക്ഷെ നമുക്ക് ഈ മൂവീസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു മൂവിയിൽ എന്ത് ടൈപ്പ് കഥ വേണമെങ്കിലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു മൂവിയിൽ ടൈം ട്രാവലിംഗ് ഒരു കോമൺ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു ടൈം ട്രാവലിംഗ് നടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷേ ഈ മൂവിയിൽ നമുക്കത് എങ്ങനത്തെ ടൈപ്പ് കഥയും ഇൻക്ലൂഡ് ചെയ്യാം. കാരണം ഇതിൽ ഒരിക്കലും ലോജിക്ക് നമുക്ക് നോക്കാൻ പറ്റില്ല. കാരണം ശരിയാണ്, ഇത് ഒരു കോമഡി മെയിനായിട്ട് ഒരു ഫൺ രീതിയിലാണ് ഈ ഒരു മൂവി പോകുന്നത് ഫസ്റ്റ് തൊട്ട് അവസാനം വരെ. ഇതിൻ്റെ മുമ്പത്തെ പാർട്ടുകൾ നോക്കിയാലും അതും ഇതിലൊരു ഫൺ രീതിയിലാണ്, കൂടുതലും കോമഡിയും കാര്യങ്ങളായിട്ട് ഒട്ടും ലോജിക്കില്ലാതെ പോകുന്നതാണ്. ഫൈറ്റ് സീൻസ് വരെ അത്രയും സീരിയസ് അല്ല, ഒരു നല്ല രസമായിട്ടാണ് പഴയ മൂവിയിലൊക്കെ എടുക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇത്. സോ ആ ഒരു പെർസ്പെക്റ്റീവോടെ തന്നെ നിങ്ങൾ മൂവി കാണാൻ ശ്രമിക്കുക. അല്ലാതെ ലോജിക്കും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരുപാട് പേര് പറയണ കേട്ടു ലോജിക്കില്ല, പടം ഓക്കെയാണ്, പടം കോമഡി എലമെൻറ്റ് മാത്രം നോക്കിയ ബാക്കി കഥ മൊത്തത്തിൽ പോയി കൊള്ളൂല എന്നൊക്കെ പറയണ കേട്ടു. പക്ഷേ എനിക്കങ്ങനെ തോന്നിയില്ല. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. കാരണം പടം എപ്പോഴും ആ ഒരു രീതിയിൽ കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ആ മൂവി ത്രൂ ഔട്ട് നമുക്ക് എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഇതിലെല്ലാവരുടെയും എൻട്രി ഒന്നിനൊന്നും വെച്ചതെന്ന് പറയാം. കാരണം അവരുടെ പാട്ട് ഇട്ടിട്ട് അവരുടെ ആ ഒരു എൻട്രി കാണുമ്പോൾ ശരിക്കും നമുക്ക് ഒരു ടൈപ്പ് രോമാഞ്ചം വരും. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഡ്യൂഡിൻ്റെ എൻട്രിയാണ്. ഡ്യൂഡിൻ്റെ മെയിൻ ആ ഒരു ഡ്യൂഡ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ എൻട്രി എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഹാഫ് എത്തുമ്പോഴാണ്. സെക്കൻഡ് ഹാഫിലാണ് ഡ്യൂഡ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ എൻട്രി. അതിന് മുമ്പ് പുള്ളിയുടെ വേറൊരു ക്യാരക്ടറാണ്. അത് നിങ്ങൾ മൂവി കാണുമ്പോൾ മനസ്സിലാവും. സോ ആ ഒരു എൻട്രി കിടിലമായിരുന്നു. അതുപോലെ തന്നെ മേക്കിംഗ് ഒക്കെ ബാക്കി ആട് 1ഉം 2ഉം സംബന്ധിച്ച് നോക്കുമ്പോൾ ആടിന് ഭയങ്കരമായിട്ട് മേക്കിംഗ് ഇതിൻ്റെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. സോ മൊത്തത്തിലൊരു ഫൺ എൻ്റർടൈനറാണ് ഈ മൂവി. നിങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവോടെ മാത്രം ഈ മൂവി കാണാൻ ശ്രമിക്കുക. സോ നിങ്ങൾ മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക.